ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്ന് നാം ഇവിടെ കാണിക്കുന്നത് ഒരു ഹെൽത്തി മയോണൈസാണ്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എങ്ങനെ ഹെൽത്തി മയോണൈസ് ഉണ്ടാക്കാം. പെട്ടെന്ന് ഒരു സാലഡിന് ഒരു ഡ്രസ്സിങ് ആയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ കുറച്ച് വറക്കാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാം. ഒരു ഹാഫ് ഗ്ലാസ് മിൽക്ക്, ഇത് നമ്മൾ പിരിയിച്ച് ഇതിനെ ലെമൺ ഒഴിച്ച് പിരിയിച്ചിട്ട് നമ്മൾ പനീറാക്കണം. ഇത് ഒരു 15 മിനിറ്റ്സ് വാം വാട്ടറിൽ സോക്ക് ചെയ്ത ഒരു ബദാമാണ്. ഈ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ വെച്ചേക്കാം. അപ്പോൾ ഇത് ഒരു 1/4 കപ്പ് ഉണ്ടാവുള്ളൂ കാഷ്യൂ, ഇത് ഒലിവ് ഓയിൽ, ഹാഫ് ലെമൺ, പെപ്പർ, ഷുഗർ ഞാൻ എടുത്തിട്ടില്ല, ഹെൽത്തി ആയതുകൊണ്ട്, സോൾട്ട് ആൻഡ് ഗാർലിക്. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമ്മളത് ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഫ്ലെയിമിൽ വെക്കാം, കുഴപ്പമില്ല. ഒരു ചെറിയ ചൂടായി തുടങ്ങുമ്പോഴേ നമ്മൾ ഈ ലെമൺ അതിലേക്ക് ചേർക്കണം. കുരു കളഞ്ഞിട്ട് ലെമൺ അതിലേക്ക് ഒഴിക്കണം, ലെമൺ ജ്യൂസ്. കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിൽ പാല് അടിയിൽ അതിൻ്റെ ഇത് പാട വരിക. ചെറിയൊരു ചൂടായിട്ടുണ്ട്, കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലെമൺ അങ്ങോട്ട് ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി, പെട്ടെന്ന് തന്നെ പിരിഞ്ഞ് കിട്ടും. ഉണ്ടാവും, പെട്ടെന്ന് നമുക്ക് പനീർ കിട്ടും. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഒക്കെ ചെയ്ത് കാണിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ പനീറിൻ്റെ ഇത് അരിച്ച് മാറ്റി വെച്ചിട്ട് തണുക്കാൻ വെക്കണം കുറച്ച് നേരം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയ പാലിൻ്റെ വെള്ളം നമുക്കിത് ചപ്പാത്തിക്കോ എന്തെങ്കിലും മാവ് കുഴയ്ക്കുമ്പോൾ അതിലേക്ക് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും, ഹെൽത്തിയാണ്. അതുകൊണ്ട് ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ പനീറാണ് ഇത്രയ്ക്കും. ഇതൊന്ന് ചൂടാറാൻ വെച്ചേക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് പനീറിൻ്റെ വെള്ളം നമ്മൾ മാറ്റിയെടുത്ത് വയ്ക്കുകയാണ്. എന്തെങ്കിലും ചപ്പാത്തിക്കോ എന്തെങ്കിലും കുഴയ്ക്കുമ്പോൾ നമുക്കതിൽ ചേർക്കാം. അപ്പോൾ ഈവൻ നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോഴോ അതിലേക്കൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർക്കാവുന്നതാണ്. ഹെൽത്തി അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളിതൊന്ന് ചൂടാറാൻ തണുക്കാൻ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിലാവശ്യമായ ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ നമ്മൾ ചെയ്യണം, എന്നാലാണ് അത് ശരിയാവുള്ളൂ. കുറച്ചായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടു. കാഷ്യൂ ഇട്ടു, ബദാം ഇട്ടു. അല്ലികളായിട്ട് എടുത്താണോ വെളുത്തുള്ളി, നമുക്കൊന്ന് അരിഞ്ഞ് ചേർക്കാം, പെട്ടെന്നത് അരച്ച് ചേർക്കാനായിട്ട്. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാമെന്ന് തോന്നിയാൽ ഹെൽത്തി അല്ലേ. നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടല്ലോ. പെപ്പറും ഉപ്പ്, കുറച്ച് ലെമൺ ജ്യൂസ് അതിൽ ചേർക്കാം. ചെറിയൊരു പൊടിക്ക് ഇതിൽ കെച്ചപ്പ് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സ്പൈസി ആൻഡ് ഒരു പുളിപ്പും എല്ലാം കൂടി. ഇത് ഒലീവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഓർഗാനിക് ഒലീവ് ഓയിലാണ്. 2 സ്പൂൺ ഒലീവ് ഓയിലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഈ പനീർ ഇതിലേക്ക് ചേർക്കാം. വീട്ടിലെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരണമെങ്കിൽ നമുക്ക് പനീർ കൊണ്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കണമെങ്കിൽ പനീർ വെച്ച് തണുപ്പിച്ച് വെള്ളം
തണുപ്പിച്ച് ഊറ്റിയൊന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിലേക്ക് കട്ടയായിട്ട് മാറ്റി മുറിച്ച് വയ്ക്കാം. മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കറക്കാം. ലെഫ്റ്റിലോട്ട്, അതായത് നമ്മൾ കറക്കാം. അത് കഴിഞ്ഞ് നമ്മൾ 1, 2, 3 സ്പീഡിലിട്ടിട്ട് 3യിൽ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഒരു മിനിറ്റ് അങ്ങനെ ചെറുതാക്കി സ്പീഡിൽ നോക്കിയിട്ട് അടിച്ചെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ അടിച്ചെടുത്ത മയോണൈസ് തുറക്കാൻ പോവാണ്. നിങ്ങൾ തന്നെ പറയും ഇതെങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് വിചാരിക്കും. അത്രയ്ക്കും കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റാണത്. നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിരിക്കും, കാരണം ക്യാഷ്യും ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഫ്രഷ് മിൽക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുക, ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് അടിച്ചിട്ട് വീണ്ടും നോക്കാം സോൾട്ട് കൂടുതലുണ്ടോ, കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ചേർക്കാം. മിക്സി ലെഫ്റ്റിലോട്ട് കറക്കിയിട്ട് പിന്നെ കണ്ടിന്യൂസ് 1 മിനിറ്റ് അടിക്കാം, പിന്നെ ലെഫ്റ്റിലോട്ട് കറക്കാം. അങ്ങനെ നമ്മൾ ചെയ്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടുതൽ കൊഴിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലിട്ടിട്ട് ഞാൻ